നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UKയിലെ വിസ പ്രതിസന്ധി. പ്രവാസി പുനരധിവാസത്തിനായി അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ജോസ് കെ മാണി. UKയിലെ കുടിയേറ്റ നിയമങ്ങളിലെ കടുത്ത നിയന്ത്രണങ്ങൾ കാരണം മലയാളി വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും നേരിടുന്ന സമാനതകളില്ലാത്ത വിസ പ്രതിസന്ധിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. വിസ, ആശ്രിത വിസ എന്നിവയിൽ UK സർക്കാർ പെട്ടെന്ന് വരുത്തിയ കടുത്ത മാറ്റങ്ങൾ കാരണം ആയിരക്കണക്കിന് മലയാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. ബാങ്ക് വായ്പ എടുത്തും മറ്റും 30 മുതൽ 50 ലക്ഷം രൂപ വരെ ചെലവഴിച്ച് UKയിൽ എത്തിയവരാണ് ഈ പ്രതിസന്ധിയിലായിരിക്കുന്നത്. നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഇത്തരം പ്രവാസികളെയും വിദ്യാർത്ഥികളെയും വെറുമൊരു ബാധ്യതയായി കാണരുതെന്നും പകരം അവരെ നാടിൻ്റെ വികസനത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മികച്ചൊരു ഹ്യൂമൻ റിസോഴ്സായി കണ്ട് കൃത്യമായ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിൽ നിയമസഭ നടക്കുന്ന ഈ സാഹചര്യത്തിൽ കേരള സർക്കാർ ഈ വിഷയം അതീവ അനുഭാവപൂർവ്വം പരിഗണിക്കണം. ഇതൊരു നയപരമായ കാര്യമായതിനാൽ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പാർലമെൻറ്റിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കും. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം തേടി പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും ഉടൻ നിവേദനം നൽകുമെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. ബെൽഫാസ്റ്റിൽ കത്തിക്കുത്തിനെ തുടർന്ന് വംശീയ കലാപം. വാഹനങ്ങൾക്കും വീടുകൾക്കും തീയിട്ടു. ഉത്തര അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ തിങ്കളാഴ്ച രാത്രിയുണ്ടായ ക്രൂരമായ കത്തിക്കുത്തിനെ തുടർന്ന് നഗരത്തിൽ വൻ വംശീയ കലാപവും പ്രതിഷേധവും പൊട്ടിപ്പുറപ്പെട്ടു. നോർത്ത് ബെൽഫാസ്റ്റിൽ 40-കാരനെ നിലത്ത് തള്ളി വീഴ്ത്തി കറുത്തിറക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 30-കാരനായ സുഡാനി അഭയാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് വധശ്രമത്തിന് കേസെടുത്തിരുന്നു. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് തീവ്ര വലതുപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം ആരംഭിച്ചത്. പ്രതിഷേധക്കാർ ബെൽഫാസ്റ്റിലെ വീടുകൾക്കും ഗ്ലൈഡർ ബസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾക്കും തീയിടുകയും കടകൾ കൊള്ളയടിക്കുകയും ചെയ്തു. കറുത്ത മാസ്ക് ധരിച്ച അക്രമികൾ കുടിയേറ്റക്കാരുടെ വീടുകൾക്ക് നേരെ ഇഷ്ടികയും പടക്കങ്ങളും എറിഞ്ഞു. വംശീയ അതിക്രമങ്ങളെ വലിപ്പച്ചെറുപ്പമില്ലാതെ അപലപിച്ച വടക്കൻ അയർലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ മിഷേൽ ഓ'നീൽ ഇത് തികഞ്ഞ ഭീരുത്വമാണെന്ന് വ്യക്തമാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. സംഘർഷം ലണ്ടൻ ഉൾപ്പെടെയുള്ള മറ്റ് നഗരങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട്. ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി ഷാങ്കിൾ റോഡ്, ക്രംലിൻ റോഡ് ഉൾപ്പെടെ നഗരത്തിലെ പ്രധാനപ്പെട്ട 26 കേന്ദ്രങ്ങളിലെ റോഡുകൾ പൂർണ്ണമായി അടച്ചിട്ടു. അക്രമസാധ്യത കണക്കിലെടുത്ത് ബിസിനസ് സ്ഥാപനങ്ങളോട് വൈകുന്നേരം 5:30 അടയ്ക്കാനും കുടിയേറ്റക്കാരോട് പുറത്തിറങ്ങരുതെന്ന് പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ടായിരുന്നു. കട്ടിലിൽ നിന്ന് വീണതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം. UKയിൽ മലയാളി ദമ്പതികളുടെ 4 വയസ്സുകാരി മകൾ അന്തരിച്ചു. UKയിലെ മലയാളി സമൂഹത്തെ കടുത്ത ദുഃഖത്തിലാഴ്ത്തി 4 വയസ്സുകാരി ഹെലൻ റോസിന്റെ ആകസ്മിക വിയോഗം. ഇരിട്ടി കക്കയങ്ങോട് വട്ടോളിൽ അബിൻ ടോമിൻ്റെയും ക്ലാരറ്റിൻ്റെയും മകളാണ് മരണപ്പെട്ട ഹെലൻ. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി കട്ടിലിൽ നിന്ന് വീണതിനെ തുടർന്നാണ് കുട്ടിക്ക് ആദ്യമായി ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. വീഴ്ചയ്ക്ക് പിന്നാലെ കുട്ടി കഠിനമായി ഛർദ്ദിച്ചതിനെ തുടർന്ന് മാതാപിതാക്കൾ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വിദഗ്ധ ചികിത്സ നൽകി വരുന്നതിനിടെ കഴിഞ്ഞ ദിവസമാണ് ഹെലൻ മരണത്തിന് കീഴടങ്ങിയത്. കട്ടിലിൽ നിന്നുള്ള വീഴ്ചയെ തുടർന്ന് തലച്ചോറിലുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായതെന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭ്യമാക്കുന്ന പ്രാഥമിക വിവരം. കുഞ്ഞിൻ്റെ അപ്രതീക്ഷിത മരണം UKയിലെ മലയാളി കുടിയേറ്റക്കാർക്കിടയിൽ വലിയ നോവായി മാറിയിരിക്കുകയാണ്. വിദേശത്ത് സ്ഥിരതാമസമാക്കിയ മലയാളി കുടുംബത്തിന് താങ്ങായി നിരവധി പ്രവാസി കൂട്ടായ്മകൾ രംഗത്തെത്തിയിട്ടുണ്ട്. മരണാനന്തര ചടങ്ങുകൾക്കും സംസ്കാരത്തിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും സംസ്കാരം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും കുടുംബവുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. UK തടങ്കൽ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ വംശീയ ചിഹ്നങ്ങൾ ധരിക്കുന്നതായി റിപ്പോർട്ട്. കടുത്ത ആശങ്കയുമായി ജയിൽ വാച്ച് ഡോഗ്. UKയിലെ ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ തങ്ങളുടെ യൂണിഫോമിൽ ഇംഗ്ലണ്ട് പതാകകൾ ധരിക്കുന്നതായി ജയിൽ ഡിറ്റൻഷൻ വാച്ച് ഡോഗിന്റെ വാർഷിക റിപ്പോർട്ട് പുറത്തുവന്നു. കുടിയേറ്റ വിരുദ്ധരും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളും വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ പതാകകൾ ജീവനക്കാർ ധരിക്കുന്നത് തടവിലാക്കപ്പെട്ട അഭയാർത്ഥികളിൽ കടുത്ത ഭീതിക്കും പക്ഷപാതപരമായ പെരുമാറ്റത്തിനും കാരണമാകുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഹോം ഓഫീസിന്റെ വിവാദപരമായ 1 in 1 out പദ്ധതി പ്രകാരം ഫ്രാൻസിലേക്ക് നാടുകടത്താൻ കൊണ്ടുവരുന്ന കുട്ടികളെ നിയമവിരുദ്ധമായി തടങ്കലിൽ പാർപ്പിക്കുന്നതായും റിപ്പോർട്ടിലുണ്ട്. ഗാറ്റ്വിക് ഡിറ്റൻഷൻ സെന്ററിൽ പാർപ്പിച്ചിരിക്കുന്നവരിൽ 12% പേരും പ്രായത്തെ ചൊല്ലി തർക്കമുള്ളവരാണെന്നും അതിൽ വലിയൊരു പങ്ക് കുട്ടികളാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടുത്തെ മോശം ആരോഗ്യ പരിരക്ഷയും തടവുകാരെ വിലങ്ങുവെച്ച് പീഡിപ്പിക്കുന്ന രീതികളും റിപ്പോർട്ട് കഠിനമായി വിമർശിക്കുന്നു.
ജയിലുകളിൽ മയക്കുമരുന്ന് ഉപയോഗവും ആയുധശേഖരവും വർദ്ധിച്ചു വരുന്നതായും ചിലയിടങ്ങളിൽ തടവുകാർക്ക് ചിലന്തിക്കടയേറ്റ് കാലുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായതായും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഡിറ്റൻഷൻ മോണിറ്ററിംഗ് ബോർഡ് ആവശ്യപ്പെട്ടെങ്കിലും പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹോം ഓഫീസ് വക്താവ് അവകാശപ്പെട്ടു. 300 വർഷത്തെ സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് വിരാമം. ബാസ്റോക്ക് ദ്വീപ് RSPB സ്കോട്ട്ലൻഡ് സ്വന്തമാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ നോർത്തേൺ ഗാനറ്റുകളുടെ പ്രജനന കേന്ദ്രമായ സ്കോട്ട്ലൻഡിലെ പ്രശസ്തമായ ബാസ്റോക്ക് ദ്വീപ് ഇനി വന്യജീവി സംരക്ഷണ സംഘടനയായ RSPB സ്കോട്ട്ലൻഡ് സ്വന്തമാക്കി. ഫിർത്ത് ഓഫ് ഫോർത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രകൃതി രമണീയമായ ദ്വീപ് കഴിഞ്ഞ 320 വർഷമായി ഹാമിൽട്ടൺ ഡാൽറിംബിൾ കുടുംബത്തിൻ്റെ സ്വകാര്യ ഉടമസ്ഥതയിലായിരുന്നു. നാഷണൽ ഹെറിറ്റേജ് മെമ്മോറിയൽ ഫണ്ടിൽ നിന്നുള്ള 5,86,000 പൗണ്ട് ഗ്രാൻറ്റിൻ്റെ സഹായത്തോടെയാണ് RSPB ഈ ചരിത്രപ്രസിദ്ധമായ അഗ്നിപർവ്വത ദ്വീപിൻ്റെ ഉടമസ്ഥാവകാശം കൈക്കലാക്കിയത്. പഫിൻസ് ധാരാളമായി വസിക്കുന്ന സമീപത്തെ ക്രെയ്ഗ് ലീത്ത് ദ്വീപിൻ്റെയും ഉടമസ്ഥതയും ഇതിലൂടെ സംഘടനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. സമീപകാലത്ത് പക്ഷിപ്പനി ബാധിച്ചതിനെ തുടർന്ന് ഇവിടുത്തെ നോർത്തേൺ ഗാനറ്റ് പക്ഷികളുടെ എണ്ണത്തിൽ 1/3 കുറവുണ്ടായതായി ഗവേഷകർ കണ്ടെത്തിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം, ആഹാര ലഭ്യതക്കുറവ്, മനുഷ്യൻ്റെ ഇടപെടലുകൾ എന്നിവ മൂലം വംശനാശ ഭീഷണി നേരിടുന്ന കടൽ പക്ഷികളെ സംരക്ഷിക്കാൻ ഈ ഉടമസ്ഥാവകാശ കൈമാറ്റം സഹായിക്കുമെന്ന് RSPB ഡയറക്ടർ ആൻ മക്കോൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. നിലവിൽ ജനവാസമില്ലാത്ത ഈ ദ്വീപിൽ ഒരു പുരാതന കോട്ടയുടെ അവശിഷ്ടങ്ങളും ലൈറ്റ് ഹൗസുമുണ്ട്. പക്ഷികളെ നേരിട്ട് കാണാൻ സാധിക്കാത്ത പൊതുജനങ്ങൾക്കായി 360 ഡിഗ്രി ലൈവ് ക്യാമറകൾ ഉൾപ്പെടുത്തിയുള്ള പുതിയ വിനോദസഞ്ചാര കേന്ദ്രവും സ്കോട്ടിഷ് സീബേർഡ് സെൻറ്ററിൽ ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തീവ്രപരിചരണം നൽകുന്ന രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കും പുതിയ അവകാശങ്ങൾ. നിർണായക നിയമനിർമ്മാണവുമായി UK സർക്കാർ. UK-യിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെയും ഗുരുതരമായ രോഗബാധിതരായ കുട്ടികളെയും പരിചരിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലിസ്ഥലത്ത് പുതിയ സംരക്ഷണവും അവകാശങ്ങളും ഉറപ്പാക്കുന്ന നിയമനിർമ്മാണവുമായി UK തൊഴിൽ മന്ത്രാലയം. നിലവിൽ 3 ദശലക്ഷത്തോളം ആളുകൾ ജോലിയോടൊപ്പം കുടുംബാംഗങ്ങളുടെ പരിചരണവും ഒരേ സമയം നോക്കുന്നുണ്ട്. മതിയായ ജോലി സുരക്ഷയില്ലാത്തതിനാൽ പലർക്കും തങ്ങളുടെ ജോലി സമയം കുറയ്ക്കേണ്ടി വരികയോ ജോലി ഉപേക്ഷിക്കേണ്ടി വരികയോ ചെയ്യുന്നു. ഇത് UK സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രതിവർഷം 37 ബില്യൺ പൗണ്ടിൻ്റെ നഷ്ടമുണ്ടാക്കുന്നതാണ് കണക്കുകൾ. പുതിയ പ്രപ്പോസൽ പ്രകാരം ശമ്പളത്തോടെയുള്ള കെയറർ ലീവും തീവ്രപരിചരണത്തിന് ശേഷം ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാനുള്ള റൈറ്റ് ടു റിട്ടേൺ അവകാശവും ജീവനക്കാർക്ക് ലഭിക്കും. 2021 ക്യാൻസർ ബാധിച്ച് 6-ാം വയസ്സിൽ മരണമടഞ്ഞ ഹഗ് എന്ന കുട്ടിയുടെ സ്മരണാർത്ഥം ആരംഭിച്ച ഹഗ്സ് ലോ എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് ഈ നിർണായക മാറ്റങ്ങൾ വരുന്നത്. ഗുരുതരമായ രോഗബാധയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും ജോലിസ്ഥലത്ത് ആവശ്യമായ ഇളവുകളും നൽകാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കുടുംബത്തെ നോക്കാൻ വേണ്ടി ജീവനക്കാർക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്ന് തൊഴിൽ മന്ത്രി കേറ്റ് ഡിയർഡൻ വ്യക്തമാക്കി. പുതിയ നിയമത്തിൻ്റെ കരട് രൂപീകരണത്തിനായുള്ള പൊതുജനാഭിപ്രായ ശേഖരണം 2026 സെപ്റ്റംബർ 1 അവസാനിക്കും. പബ്ലിക് സെക്ടർ ഇക്വാലിറ്റി ഡ്യൂട്ടി റദ്ദാക്കണമെന്ന് കെമി ബഡ്നോക്ക്. കോമൺ സെൻസ് വീണ്ടെടുക്കാൻ കൺസർവേറ്റീവ് പാർട്ടി. പൊതുസ്ഥാപനങ്ങളിൽ നിലവിലുള്ള പബ്ലിക് സെക്ടർ ഇക്വാലിറ്റി ഡ്യൂട്ടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടീഷ് പ്രതിപക്ഷ നേതാവ് കെമി ബഡ്നോക്ക്. ഈ നിയമം ചില വിഭാഗങ്ങൾക്ക് അനാവശ്യ മുൻഗണന നൽകാൻ കാരണമാകുന്നുവെന്നും വംശീയതയെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെട്ട് പൊതുസ്ഥാപനങ്ങൾ തങ്ങളുടെ യഥാർത്ഥ ജോലി മറന്ന് പരാജയപ്പെടുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. തുല്യതാ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ സംരക്ഷണം നൽകുന്ന ഒരു കവചം ആകണമെന്നും അല്ലാതെ മറ്റുള്ളവരെ ആക്രമിക്കാനുള്ള വാളാകരുതെന്നും ബഡ്നോക്ക് വ്യക്തമാക്കി. എന്നാൽ ഈ നീക്കം ഗർഭിണികളായ സ്ത്രീകളെയും പ്രസവാവധിയിലുള്ളവരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിനെതിരെയുള്ള സംരക്ഷണം ഇല്ലാതാക്കുമെന്ന് ലേബർ പാർട്ടി മന്ത്രി ലിസ് കെൻഡൽ വിമർശിച്ചു. ഇതിനെതിരെ കൺസർവേറ്റീവ് പാർട്ടി ശക്തമായി പ്രതികരിക്കുകയും വിവേചനത്തിനെതിരെയുള്ള സംരക്ഷണം ഇക്വാലിറ്റി ആക്ടിൻ്റെ മറ്റൊരു ഭാഗമാണെന്ന് അത് നിലനിൽക്കുമെന്നും വ്യക്തമാക്കി. ഹെൻറി നൊവാക്കിൻ്റെ കൊലപാതകവും അതിന്മേലുള്ള പോലീസിൻ്റെ നടപടികളും ഉയർന്നുവരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച വീണ്ടും സജീവമായത്. അതേസമയം ഇക്വാലിറ്റി ആക്ട് പൂർണ്ണമായും റദ്ദാക്കണമെന്നാവശ്യപ്പെടുന്ന റിഫോം UK പാർട്ടിക്കും തുല്യതാ നിയമങ്ങൾ ശക്തമാക്കുന്ന ലേബർ പാർട്ടിക്കുമിടയിൽ സ്വന്തം നയം വ്യക്തമാക്കാനാണ് കൺസർവേറ്റീവ് പാർട്ടി ശ്രമിക്കുന്നത്. സിവിൽ സർവീസിൽ വർക്കിംഗ് ക്ലാസ് ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ മുൻഗണന നൽകുന്ന പുതിയ തന്ത്രവുമായി മുന്നോട്ടു പോകാനാണ് ലേബർ സർക്കാരിൻ്റെ തീരുമാനം. UK പ്രതിരോധ കരാറുകളിൽ ഇനി ബ്രിട്ടീഷ് കമ്പനികൾക്ക് മുൻഗണന. പുതിയ നയവുമായി ജോൺ ഹീലി. UK-യുടെ പ്രതിരോധ കരാറുകളിൽ വിദേശ കമ്പനികളെക്കാൾ UK-യിലെ പ്രാദേശിക കമ്പനികൾക്ക് മുൻഗണന നൽകണമെന്ന് പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി പ്രഖ്യാപിച്ചു. ദേശീയ സുരക്ഷ ഇളവുകൾ
ഉപയോഗിച്ചായിരിക്കും ഈ മുൻഗണന നടപ്പിലാക്കുക. പ്രതിരോധ രംഗത്തെ നിക്ഷേപ പദ്ധതികൾ വൈകുന്നത് UK-യിലെ തൊഴിലവസരങ്ങളും സുരക്ഷയും ബാധിക്കുമെന്ന യൂണിയനുകളുടെ കമ്പനികളുടെയും കടുത്ത സമ്മർദ്ദത്തിന് പിന്നാലെയാണ് പുതിയ നയം വ്യക്തമാക്കിയത്. സർക്കാർ കരാറുകൾ വൻതോതിൽ വിദേശത്തേക്ക് പോകുന്നത് തടയണമെന്നും UK-യിൽ തന്നെ നിക്ഷേപങ്ങൾ നടത്താൻ മുൻഗണന നൽകണമെന്നും ചാൻസലർ റേച്ചൽ റീവ്സ് അടുത്തിടെ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അൺഅഷെയിംഡ്ലി പ്രോ ബ്രിട്ടൻ എന്ന പുതിയ സമീപനം പ്രതിരോധ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. ഇതനുസരിച്ച് വലിയ കരാറുകൾ, ഉപകരാറുകൾ UK കമ്പനികൾക്ക് നൽകാൻ വ്യവസ്ഥയുണ്ടാകും. ഒരു കരാർ വിദേശ കമ്പനിക്ക് നൽകേണ്ടി വന്നാൽ പോലും അവർ UK-യിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് നിർബന്ധമാക്കുന്ന ബ്രിട്ടീഷ് ഓഫ്സെറ്റ് രീതിയും കൊണ്ടുവരും. കപ്പൽ നിർമ്മാണം, സ്റ്റീൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിലാണ് പ്രധാനമായും UK നിക്ഷേപങ്ങൾ കേന്ദ്രീകരിക്കുക. നാറ്റോ ഉച്ചകോടിക്ക് മുൻപായി ഈ പുതിയ പ്രതിരോധ നിക്ഷേപ പദ്ധതി ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാൻ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ തീരുമാനിച്ചിട്ടുണ്ട്. ലണ്ടനിൽ സൈക്കിൾ അപകടങ്ങൾ റെക്കോർഡ് ഉയരത്തിൽ. കണക്കുകൾ ഒളിച്ചുവയ്ക്കാൻ ശ്രമിച്ചതായി TfLനെതിരെ ആക്ഷേപം. ലണ്ടൻ നഗരത്തിലെ റോഡുകളിൽ സൈക്കിൾ അപകടങ്ങളിൽ പെടുന്നവരുടെ എണ്ണം റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്നതായി പുതിയ റിപ്പോർട്ട്. 2025-ൽ മാത്രം 1196 സൈക്കിൾ യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയോ ജീവൻ നഷ്ടപ്പെടുകയോ ചെയ്തു. ഇത് 2024-ലെ കണക്കുകളേക്കാൾ 20.3% കൂടുതലാണ്. നഗരത്തിൽ സൈക്കിൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധനവിനേക്കാൾ വേഗത്തിലാണ് അപകടങ്ങളുടെ നിരക്കുയരുന്നത്. എന്നിരുന്നാലും ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ പുറത്തുവിട്ട വാർഷിക റോഡ് സുരക്ഷാ റിപ്പോർട്ടിൽ അപകടങ്ങളുടെ ഈ വൻ വർധനവ് കൃത്യമായി ചൂണ്ടിക്കാണിക്കാതെ മരണസംഖ്യ 9-ൽ നിന്ന് 6ആയി കുറഞ്ഞത് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തത്. ഇത് യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്ന് ഗതാഗത ക്യാമ്പയിനർമാർ ആരോപിച്ചു. നഗരത്തിലെ സൈക്കിൾ പാതകളുടെ ശേഷി കുറയുന്നതാണ് അപകടങ്ങൾ കൂടാൻ കാരണമെന്ന് ലണ്ടൻ സൈക്കിൾ ക്യാമ്പയിൻ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ 2010-14 കാലഘട്ടത്തെ അപേക്ഷിച്ച് പ്രതിവർഷമുള്ള അപകട സാധ്യതകളിൽ 27% കുറവുണ്ടായിട്ടുണ്ടെന്നാണ് TfLന്റെ വാദം. നഗരത്തിലെ റോഡ് സുരക്ഷാ വിവരങ്ങൾ റോഡ് ഡേഞ്ചർ റിഡക്ഷൻ ഡാഷ്ബോർഡ് വഴി പൊതുജനങ്ങൾക്ക് സുതാര്യമായി ലഭ്യമാക്കിയിട്ടുണ്ടെന്നും മരണങ്ങളും ഗുരുതരമായ പരിക്കുകളും പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും TfL വക്താവ് വ്യക്തമാക്കി. ആമസോണിലും eBayയിലും വിൽക്കുന്ന ഫോൺ ചാർജറുകൾക്ക് കടുത്ത ഷോക്ക്. സ്ഫോടന ഭീഷണി മുന്നറിയിപ്പുമായി വിച്ച്. പ്രമുഖ ഓൺലൈൻ വ്യാപാര സൈറ്റുകളായ ആമസോൺ, eBay, B&Q എന്നിവയിലൂടെ വിൽക്കപ്പെടുന്ന പല ഫോൺ ചാർജറുകളും കടുത്ത വൈദ്യുതാഘാതത്തിനും സ്ഫോടനത്തിനും കാരണമായേക്കാമെന്ന് കൺസ്യൂമർ വാച്ച്ഡോഗായ വിച്ച് മുന്നറിയിപ്പ് നൽകി. വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വാങ്ങിയ 15 USB ചാർജറുകൾ പരിശോധിച്ചതിൽ 9 എണ്ണവും കടുത്ത സുരക്ഷാ ഭീഷണി ഉയർത്തുന്നവയാണെന്ന് കണ്ടെത്തി. ഇതിൽ 8 എണ്ണം തീപിടുത്തത്തിനും സ്ഫോടനത്തിനും കാരണമാകുന്നവയാണ്. eBayയിൽ ആപ്പിളിൻ്റെ ലോഗോയോടെ വ്യാജമായി വിറ്റ അഡാപ്റ്റർ പരിശോധിച്ചപ്പോൾ 10 സെക്കൻഡിനുള്ളിൽ തന്നെ അതിൽ നിന്ന് തീപ്പൊരി ചിതറുന്ന ശബ്ദം കേൾക്കാനിടയായി. ഈ ചാർജർ തുറന്ന് പരിശോധിച്ചപ്പോൾ അതിന് ഭാരവും യഥാർത്ഥ ലുക്കും നൽകാനായി ഉള്ളിൽ പ്ലേറ്റോ അല്ലെങ്കിൽ ക്ലേ നിറച്ചിരിക്കുന്നതായി കണ്ടെത്തി. ആമസോൺ ഹാൾ, ഡെബൻഹാംസ് എന്നിവയിലൂടെ വിറ്റ ചാർജറുകളും സുരക്ഷാ പരിശോധനകളിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. ടെമു, ഷെയ്ൻ എന്നിവയിലൂടെ വിറ്റ ചാർജറുകൾ സുരക്ഷാ പരിശോധന പാസ്സായെങ്കിലും UK ഇമ്പോർട്ടറുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള നിർബന്ധിത അടയാളപ്പെടുത്തലുകൾ അവയിലുണ്ടായിരുന്നില്ല. ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഓൺലൈൻ വിപണികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് വിച്ച് ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സുരക്ഷയ്ക്ക് മുൻഗണന നൽകി എല്ലാ സൈറ്റുകളും ഇത്തരം വ്യാജ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിംഗുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും Q മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.